ഇന്നീ വൈകുന്നേരം ഇതാ നല്ല ഇടിക്കോളും മഴക്കോളും കണ്ടപ്പോൾ ഞാൻ ഈ പണിക്കാരനെ കുറച്ച് വിഷമത്തോടെ ഒന്ന് നോക്കിയതാണ്. ഇതാ പാവം ഒറ്റയ്ക്ക് നെല്ലെല്ലാം കൂട്ടി വെക്കുകയാണ്. മഴ എപ്പോൾ വേണമെങ്കിലും പൊടിഞ്ഞു വീഴാവുന്ന രീതിയിൽ നിൽക്കുന്നു. അന്തരീക്ഷമാകെ കറുത്തിരുണ്ടിരിക്കുന്നു. വേനൽക്കാലത്തെ ഈ മഴ ഒരുപക്ഷെ വളരെയധികം സന്തോഷമുള്ളതും തണുപ്പുള്ളതും മനസ്സിനെ കുളിർമ തരുന്നതുമാണ്. പക്ഷേ ഈ കാഴ്ച പാവങ്ങൾ കഷ്ടപ്പെട്ട് നെല്ലെല്ലാം ഒതുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വേനൽക്കാല മഴയിലേക്കല്ല എൻ്റെ ഓർമ്മ പോയത്, പണ്ടത്തെ ആ ബാല്യത്തിലേക്കാണ്. എത്ര നെൽകൃഷി കണ്ടു വളർന്ന ആ ബാല്യകാലങ്ങൾ, വീട്ടിലെ നെൽകൃഷി, അച്ചമ്മയുടെ ഓർമ്മകൾ, ഞങ്ങളുടെ കുട്ടിക്കാലം, തീർച്ചയായിട്ടും അത് ഇന്ന് പറഞ്ഞറിയിക്കാനോ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനോ കഴിയാത്തൊരു കാഴ്ചയും ഓർമ്മയുമാണ്. വെക്കേഷൻ വരാനിരിക്കുന്ന സമയമാണ് ഈ ഒരു കൊയ്ത്തുകാലം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം. ഇതിന് പിന്നാലെ അവധി തന്നെയല്ലേ, അതുകൊണ്ട് ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നത് ഞങ്ങൾ കുട്ടികളായിരുന്നു. ഈ നെൽകൃഷിക്ക് പിറകെ ഞങ്ങൾക്ക് വളരെയധികം ഒരു ആവേശവും അതുതന്നെയായിരുന്നു. നെൽകൃഷിക്ക് വേണ്ടി ആദ്യം തയ്യാറാക്കേണ്ടത് നിലമാണ്. ഈ നിലമെല്ലാം ഉഴുത് നെൽകൃഷിക്ക് വേണ്ടി പാകമാക്കണം. ഇന്നും ഓർക്കുന്നു, ആദ്യം അവർ കൊണ്ടുവന്നിരുന്നത് കാളക്കുട്ടന്മാരെ ആയിരുന്നു. അവ ഓടുമ്പോൾ പിള്ളേർക്കെല്ലാം വളരെയധികം സന്തോഷമായിരുന്നു അത് കണ്ടു നിൽക്കാൻ. നല്ല മനോഹരമായ കാഴ്ച. ശേഷം വന്നത് പ്രിയപ്പെട്ട ട്രാക്ടറായിരുന്നു. ആ ട്രാക്ടർ അങ്ങ് വരുമ്പോഴേ പിള്ളേരെല്ലാം പിറകെ കൂടും. പിന്നെ കുറേ കൊക്കുകളും മീൻകൊത്തി പൊന്മകളും അങ്ങനെ അതൊരു വലിയ ജാഥ പോലെ വരും. ചെറിയ ഒരു ഓർമ്മയിൽ ഇപ്പോഴും ഓർത്തെടുക്കുന്നു നല്ല നെല്ല് മുളപ്പിച്ചെടുക്കുന്നത്. മുൻകൂട്ടി എടുത്തു വച്ചിരിക്കുന്ന നല്ല ഗുണമേന്മയുള്ള നെല്ല് വീട്ടിൽ പാകി തിട്ടപ്പെടുത്തി അത് പ്രത്യേക രീതിയിൽ മുറിച്ചെടുക്കുന്ന വളരെയധികം ഭംഗിയും കൗതുകകരമായ ഒരു കാഴ്ചയാണ്. പലപ്പോഴും അത് നമ്മുടെ സ്പോഞ്ച് കേക്ക് പോലെ തോന്നിയിട്ടുണ്ട്. കഴിക്കണം എന്നും തോന്നും. പിന്നെ അതിനെ വളരെയധികം സൂക്ഷിച്ച് വേണം വേർതിരിച്ചെടുക്കാൻ. കുട്ടികളായ ഞങ്ങൾ സഹായിക്കാൻ എന്ന രീതിയിൽ പുറപ്പെടും. പക്ഷേ അത് കൂടുതൽ അപകടകരമായ രീതിയിലേക്കാവും വന്നെത്തുക. ഈ വേർതിരിച്ച നെല്ലെല്ലാം പാടത്ത് പാകും. ശേഷം അത് ഞാറായി വരും. ശേഷം ഈ ഞാറ് പറിക്കുന്നു. പറിച്ച ഞാറെല്ലാം വീണ്ടും അതിൻ്റേതായ രീതിയിൽ ഞാറ് നടുന്നു. അത് വളരെയധികം സൂക്ഷ്മതയോടും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവസാനം പൊൻകതിരുകൾ സൂര്യകിരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ച. അങ്ങനെ പാകമെത്തിയ നെല്ല് കൊയ്യുന്നു, മെതിക്കുന്നു, കറ്റ വേറെയാക്കുന്നു, പതിര് വേറെയാക്കുന്നു, നെല്ല് വേറെയാക്കുന്നു, ഉണക്കിയെടുക്കുന്നു, സൂക്ഷിക്കുന്നു, കുത്തുന്നു, ഭക്ഷണമാക്കുന്നു. അത് തന്നെ ആ രീതി. അങ്ങനെ ഓർമ്മകൾ അയവിറത്തുകൊണ്ടിരുന്നപ്പോഴാണ് കസിൻസ് എല്ലാം ഇന്ന് വീട്ടിൽ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഓർമ്മകളും ഈ ഒരു അനുഭവങ്ങളും. വേറെ ഒന്നും നോക്കിയില്ല. ഈ ഒരു കൊയ്ത പാടത്തേക്ക് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. പിന്നെ ആസ്വാദനം, സംസാരം, കളി, ചിരി, മരം കയറ്റം. നോക്കൂ, ഈ പാടം എപ്പോഴും വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ തരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ പോലെ അല്ലെങ്കിൽ ഓരോ ഘട്ടം പോലെ നമുക്ക് തോന്നിപ്പോകും. ഇതാ ചെറിയ ചെറിയ നെൽ കതിരുകൾ ഇളം പച്ച നിറത്തിൽ അങ്ങ് പുൽപ്പായ വിരിച്ച പോലെ നിൽക്കുന്നവ, അതൊരു സൗന്ദര്യമുള്ള കാഴ്ച. അത് കഴിഞ്ഞ് പൊൻകതിരുകൾ വരുന്നു. അവിടെ ഒരു ഇളം മഞ്ഞ കളറിൽ, എന്നിട്ട് സൂര്യരശ്മികളോട് ചേർന്നിരിക്കുന്ന ആ ഒരു കാഴ്ച, അത് മറ്റൊരു തലം സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഉള്ള ഈ ഒരു നെല്ല് കൊയ്തെടുത്തതിന് ശേഷമുള്ള ഈ ഒരു കാഴ്ച, പരന്ന മൈതാനം പോലെ തോന്നിക്കുന്ന ഇതും കഴിഞ്ഞ് ഇനിയൊരു മഴക്കാലം വരാനുണ്ട്. വെള്ളം മുഴുവൻ നിറഞ്ഞ ഈ പാടം കണ്ടാൽ ഒരു വലിയ പുഴയാണെന്നേ തോന്നൂ. അത്രയ്ക്കും ഭംഗിയോടും സൗന്ദര്യത്തോടും നിറഞ്ഞ ആ ഒരു കാഴ്ച ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു സന്ധ്യാനേരം ഞങ്ങളിതാ ഒരുപാട് ഓർമ്മകൾക്കും സന്തോഷങ്ങൾക്കും കളിക്കും ചിരിക്കും
വേണ്ടി മാറ്റിവെച്ച് വീണ്ടും അടുത്ത വരവിനായി, അടുത്ത ഒത്തുകൂടലിനായി ഇന്നത്തേക്ക് ഇതാ ഞങ്ങൾ യാത്ര തിരിക്കുന്നു. ഇതാ പോവാറായപ്പോഴത്തേനും നമ്മുടെ ചന്ദ്രൻ നിലാവ് തൂങ്ങിക്കൊണ്ടിതാ എങ്ങനെ നിൽക്കുന്നു. പക്ഷികൾ എല്ലാവരും കൂടിലേക്ക് അണഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും ചില പക്ഷികൾ മാത്രമേ ഉള്ളൂ, ഇതുപോലെ 1, 2, 3 എന്നിവ മാത്രം. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു സായാഹ്നത്തിന് ശേഷം, ഒരു ഓർമ്മ പുതുക്കലിന് ശേഷം ഞങ്ങളിതാ വീട്ടിലേക്ക് കൂടണയുന്നു. അച്ചമ്മ പറയുമായിരുന്നു, നിലാവത്തെ കിളികളെ പോലെ എങ്ങോട്ടാ എന്ന്.